കണക്റ്റ് ആയത്? ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ആരും വന്നു. ഹായ്, എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹായ്, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? ഹായ് ദിലീപ്, ഹായ്. ഓക്കെ. ഓക്കെ, ഞാനൊന്ന് സൗണ്ട് കുറച്ചോട്ടെ. ഓക്കെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹായിത്ത, പേരെന്താ? പേര് വായിക്കാൻ പറ്റുന്നുണ്ട്. ചേച്ചി ആഷ്, ഹായ്. റമീസ്, ഹായ്. ഫൈൻ ഫൈൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുന്നത്. പിന്നെ മെയിനായിട്ട് വന്നത് ഇൻസ്റ്റാഗ്രാം എൻ്റെത് ഏതാണെന്ന് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മെസ്സേജുകൾ ശരിക്കും പറഞ്ഞാലേ ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല വായിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണിനകത്ത് നോക്കുമ്പോഴത്തേക്ക് താഴോട്ട് നോക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്. ഇക്ക എവിടെ? ഇക്ക ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇൻസ്റ്റാഗ്രാം എവിടെയാണെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇക്ക കട്ട എഡിറ്റിങ്ങിലാണ്. ഒരു കിടിലം സംഭവമായിട്ട് വരാനുള്ള എഡിറ്റിങ്ങിൽ നിൽക്കുക. അങ്ങനെ അതിൻ്റെ തിരക്കിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇക്കയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. പേര് ശരിക്കും വായിക്കാൻ വിട്ടുപോവാം. അമീർ, ഹായ് അമീർ. ഫിറോസ്ക എവിടെ? എല്ലാവരും ഇതന്നെ ചോദിക്കുന്നത് ഫിറോസ്ക എവിടെയെന്ന്. ഒരു നല്ലൊരു നിങ്ങൾക്കൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് DFK ചാനലിലെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടൊരു കിടിലം സാധനം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ തിരക്കിലാണ്. അന്നേരം ഞാനിത് ശരിക്കും വന്നത് എൻ്റെ ഈ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതാണെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അവിടെ കയറുന്ന സമയത്ത്, ഞാനൊക്കെ കയറുന്ന സമയത്ത് ഞങ്ങൾ എവിടെയും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം അറിയത്തില്ലെന്നല്ല, കാരണം അങ്ങനെ പെട്ടെന്ന് കയറിയതേ ഉള്ളൂ, ആരെയും ഏൽപ്പിക്കാതെയൊക്കെ കയറിയത്. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ കുറേ ഇൻസ്റ്റാഗ്രാം തുടങ്ങി, കുറേ പേർക്ക് അങ്ങനെ ഫോളോവേഴ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെത് ഞാനിപ്പം വളർന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഹായ്, എന്താ പേര് വിട്ടു പോട്ടോ. താങ്ക് യു. ഋതുറാം, താങ്ക് യു. എന്റെ സ്മൈല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ജമാൽ, ഹായ്. അമീർ, നിങ്ങളാണ് ജയിച്ചെന്നോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മെസ്സേജിൽ നോക്കിക്കൊണ്ടിരുന്ന ഭയങ്കര പാടാണ്. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ കുറേ കോളുകൾ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതും കൂടെ മെയിനായിട്ട് പറയാനും കൂടെയാണ് വന്നത്. കുറേ പേര് നമ്മൾ വിളിച്ചിട്ട് നമ്മളടുത്ത് ചോദിച്ചു, ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എൻ്റെ മാത്രം അഭിപ്രായമാണിത്, വേറൊന്നുമല്ല. ഈ 8 പേര്, ഇപ്പം നിൽക്കുന്ന 8 പേരും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അറിയാലോ, അവിടെ ഉള്ളപ്പം നമ്മൾ എല്ലാവരും വഴക്ക് കൂടിയിട്ടുണ്ട്, സ്നേഹത്തോടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഈ 8 പേരും നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഒരാളെ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ.
കാരണം ഒരാളെ പറയുമ്പോൾ അടുത്ത ആൾക്ക് അതൊരു ഫീലാവും. അതുകൊണ്ട് 8 പേരും നമുക്ക് ഒരുപോലെ. നിങ്ങൾക്കറിയാലോ ശരി ഏതാണ്, അതിനകത്ത് ഏറ്റവും വിന്നർ ആരാണ്, വിന്നർ ആക്കണം ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. അന്നേരം നിങ്ങൾ തന്നെ അവിടെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആരാണ് അവർക്ക് വോട്ട് കൊടുക്കുക. ഇത് ശരിക്കും കോളുകൾ ഒത്തിരി വരുന്നുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ. അവർ 8 പേരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക്, അത് നമുക്ക് ബാക്കി എല്ലാവരെയും ആവശ്യമാണ്. എല്ലാവരും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത്, ഇപ്പോൾ കോൺടാക്ട് ചെയ്തില്ല, ബാക്കി ഔട്ടായ 8 പേര് മുമ്പുള്ള ഔട്ടായ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിണക്കമൊക്കെ മനുഷ്യൻ്റെ കാര്യമല്ലേ, പിണക്കമൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ളൊരു ഇതാണ് ഞാൻ നിൽക്കുന്നത്. ഇതാ ഹൈ. പിന്നെ എൻ്റെ ഉടനെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമാണ് പറയുന്നുണ്ട്. പേരൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇൻട്രൊഡ്യൂസിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ കുറച്ച് വെയിറ്റിങ്ങിലാണ്. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഉടനെ വന്നേനെ. ചെറിയ അതിൻ്റെ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം കാരണം മാത്രം നമ്മൾ ഇച്ചിരി ലേറ്റ് ആക്കുന്നത്. അതും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? അനുശ്രീയെ പോലെ. അത് ശരിക്കും കേട്ടോ, ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് അനുശ്രീയുടെ കണക്ക് സംസാരം. അനുശ്രീ അറിയാവുന്നവരെല്ലാവരും പറയുന്നു അനുശ്രീയുടെ സംസാരവും രീതികളും എല്ലാം ഇതേപോലെ തന്നെ, ചിരിയും അങ്ങനെ കുറേ. ഇത് ശരിക്കും എനിക്കൊരു ഞാൻ ഫോട്ടോഷൂട്ടിന് ആദ്യമായി ഫോട്ടോ എടുത്ത സമയത്ത് ആ ഫോട്ടോഗ്രാഫറാണ് എനിക്ക് ആദ്യമായിട്ട് എടുത്ത് പറഞ്ഞത് അനുശ്രീയുടെ ഒരു കട്ടുണ്ടെന്ന്. അയ്യോ, എല്ലാരും ഫിറോസ്ക്ക് എവിടെയാണ്? ഞാൻ എഡിറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ കുറച്ച് എൻ്റെതായ അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് മാത്രം ഇക്കടുത്ത് ഞാൻ പറഞ്ഞു, ഇക്ക ലൈവിന് ഞാൻ ഇങ്ങനെ പൊയ്ക്കോട്ടെ, എനിക്കിങ്ങനെയാണ് അഭിപ്രായം എന്ന് പറഞ്ഞപ്പം അന്നും ഇന്നും എപ്പോഴും എൻ്റെ അഭിപ്രായത്തിനൊന്നും തടസ്സം നിന്നിട്ടില്ല. നിന്റെ അഭിപ്രായം എന്നും നിന്റെ അഭിപ്രായം മാത്രമാണെന്നുള്ള രീതി തന്നെയാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും ഞാൻ തടസ്സം പിടിക്കില്ല എന്ന് തന്നെയാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. വരുന്നുണ്ട്, ഇത് ഒരു ഫസ്റ്റ് ഒരു ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ മാത്രം വന്നത്. കാരണം ഇൻസ്റ്റാഗ്രാം ഏതാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കാരണം കുറേ പേര്, അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഞങ്ങളെ പേരിൽ ഒത്തിരി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതായത് വാട്സാപ്പിൻ്റെ തന്നെ DP എൻ്റെത് ഇടുക, ഇക്കാൻ്റെ ഇടുക എന്നൊക്കെ പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. സജിനാത്തായെ കാണാൻ യാസിഫ് ഫാസിൽ, ഞാൻ സജിനാത്തായെ കാണാൻ ഞാൻ വന്നതാണ്. എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ, ഒത്തിരി പേര് വന്നോണ്ടാ യാസിഫ്. താങ്ക് യു ഗാംഗുലി, താങ്ക് യു സോ മച്ച് ഗാംഗു. നമ്മളുടെ ഗാംഗു കേട്ടോ, നമ്മളെ ഫ്രണ്ടാണ് ഗാംഗു. ഇക്കാടെ ഒരു മൂവിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെ. അനുശ്രീയെക്കാട്ടിലും കാണാൻ സുന്ദരിയാണ്. താങ്ക് യു. അനുശ്രീ ഇത് കേൾക്കണ്ട കേട്ടോ. ഞാൻ വീട്ടിലാണ്. നമ്മൾ ഇപ്പം ഇക്കാൻ്റെ കുടുംബത്തുണ്ട്. ഇക്കാൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ ഞാനിത് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് മോൻ്റെ ബർത്ത്ഡേ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇപ്പം കുടുംബത്താണ്. അപ്പം ഹായ്, ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ വായിച്ച് പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ്.
സംഗീത സുന്ദരിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. എനിക്കിതൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷം കേട്ടോ. ഫിറോസിക്കാക്ക് സുഖമാണോ? ഇഷാമാസ് സുഖമായിട്ട് ഇരിക്കുന്നു ഇക്കാക്ക്. ഞങ്ങൾ ഉടനെ തന്നെ ഒരു ലൈവ് വരുന്നുണ്ട് ഇക്കായുമായിട്ട്. അത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇക്ക എന്ത് ചെയ്യുന്നത്. അടുത്ത ലൈവിൽ എന്തായാലും ഇക്ക കണ്ടിരിക്കും. ഹായ് സ്നേഹ വിഷ്ണു, ഹായ്. ഹാപ്പി ബർത്ത്ഡേ ടു മോൻ. താങ്ക് യു. ഞാൻ പറഞ്ഞിരിക്കാം മോൻ്റെ അടുത്ത്. കുഞ്ഞാളാട്ടോ, 1 വയസ്സ് തികയും അവൻ. ഇന്ന് ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷമൊക്കെ കുറച്ച് ഞങ്ങൾ കുടുംബത്തിൽ തന്നെ ഞങ്ങൾ മാത്രത്തിൽ ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ട് നടത്തേണ്ട ബർത്ത്ഡേ ആയിരുന്നു. പൊളിഫിറോസ് ഇക്ക എവിടെ? ഇക്ക ഇവിടെ ഉണ്ട്. ഇക്ക എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുക്ഷിരാജ്, ഹായ് ഇത്ത. മെസ്സേജുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് വായിക്കാൻ ഭയങ്കര സ്പീഡ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്തത് ഇങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് മേല് വരും. അടുത്തത് വരുമ്പോൾ ഒത്തിരി മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഋഷിരാജ് ഞാൻ പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും ഇക്കാര്യം തിരക്കുക അല്ലേ? ഇക്കുണ്ട്, ഇവിടെ ഉണ്ട്. ഇക്ക എഡിറ്റിങ്ങിലായോണ്ട് മാത്രമാണ് വരാത്തത്. മോനെ ഇതൊന്ന് മാറ്റി. മോനെ അതിലെ 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 മോനെ ഇതൊന്ന് മാറ്റിക്കേ. ഇത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് വീണു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ലൈവിന് ഞാൻ വരുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ സത്യമായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇക്ക ഇല്ലാതെ ഒരു ലൈവില്, അതും ഭയങ്കര. ലൈവില് വന്നിട്ടുണ്ട്, ഇക്ക ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ലൈവില്. അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതില്ല എനിക്ക്. എല്ലാവർക്കും ഹായ്. മെസ്സേജ് സത്യമായിട്ടും ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ സോ സോറി. ഗോപി ഹായ്. ഹായ് ചേച്ചി. ഹായ് ചേച്ചി. ഇക്ക എവിടെ? ഇക്ക ഉണ്ട് ഇവിടെ, സുഖമായിട്ടിരിക്കുന്നു. അടുത്ത ലൈവിൽ ഇക്ക എന്തായാലും കാണും. അയ്യോ ഷഹാദിയ ബിബി ഫാൻസ് ആരാ? ബിബി ഫാൻ ആരാ? ബിബി ഫാൻ ഞങ്ങൾ തന്നെ. ഈ വർഷം ബിഗ് ബോസ് സീസൺ 3 ആണെങ്കിൽ ഞങ്ങളെ ഫാൻ ഞങ്ങൾ തന്നെ. ആരോ ഇക്കായെ കാണാൻ പറ്റുമോ ഇത്ത? അടുത്ത ലൈവിൽ ഉറപ്പായിട്ട് ഇക്കായെ കാണാം. ഇക്ക ഇപ്പൊ തിരക്കിലായോണ്ട്. പിന്നെ ഈ ഒരു ലൈവ് ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇക്ക. അടുത്ത ലൈവിൽ എന്തായാലും ഇക്ക കാണും കേട്ടോ. അതെനിക്കറിയില്ല. ഹലോ സജനാത്ത ജാട. അയ്യോ ജാടയാണോ? എനിക്കോ? ഹലോ സജനാത്ത ജാടയാണോ? ആരാ നോക്കട്ടെ. അഞ്ജു സുധാകരൻ. എന്താ സുനേഷോ? അഞ്ജു ഒരിക്കലും എനിക്ക് ജാടയില്ല. സത്യമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കൂടെ റോസേ? എനിക്ക് നിങ്ങൾക്ക് ജാടയായിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ അവിടെ കണ്ട സജന തന്നെ ഞാൻ. അന്നേരം നിങ്ങൾക്ക് ജാടയായിട്ട് തോന്നുന്നുണ്ടോ? ഹായ് പറഞ്ഞേ റോവൽ. ഹായ് സജ്ന. ഹായ് ജാസ്മിൻ. ഇക്കായെ കാണിക്കണോ? ഇക്ക ശരിക്കും പറഞ്ഞ എഡിറ്റിങ്ങിലായോണ്ട് കേട്ടോ. ഇക്ക വിളിച്ചു കഴിഞ്ഞാലും വരത്തില്ല.
ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്ത്. റോസ് മോനെ അടങ്ങിയിരി. പിന്നെ ഹായ് ഫിറോസ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ലൈവ് എനിക്ക് മെസ്സേജുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അറിയാൻ പറ്റുന്നില്ല. കുറേ അങ്ങനെ മെസ്സേജുകൾ പോകുന്നുണ്ട്. സജനാത്താടെ വോട്ട് ആർക്കാ? ഞാൻ പറഞ്ഞില്ലേ, ഈ 8 പേരും എനിക്ക് ഒരുപോലെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഞാൻ വോട്ട് ചെയ്യുന്നില്ല. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്കി 7 പേർക്ക് ഫീൽ ചെയ്യത്തില്ലേ. അതുകൊണ്ടാണ് ആർക്കും വോട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഒരുപോലെ തന്നെ. നിങ്ങൾക്കറിയാമല്ലോ ആരാണ് നല്ല രീതിയിൽ കളിക്കുന്നത്, അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കും. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചത് ആരാണ്, നല്ല രീതിയിൽ കളിക്കുന്ന ആരാണെന്ന് നോക്കിയിട്ട് അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. റോവു മോൻ ഭയങ്കര കുടുത്തേക്കട്. വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഒക്കെ നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ്. ആരുടെ വീടിൻ്റെ അടുത്ത്? ഞങ്ങളെ വീടിൻ്റെ അടുത്താണോ? ഷെഫീക്ക്. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നല്ലതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. ഞങ്ങളെ വീടിൻ്റെ അടുത്തല്ലേ അതോ ഷെഫീക്കിൻ്റെ വീടിൻ്റെ അടുത്താണോ? എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. അതെ, ഞാനവിടെ എഡിറ്റിങ്ങിലാണ്, ഞാൻ പിന്നീട് വരുന്നുണ്ട്. ഈ പേര് വായിക്കുമ്പോൾ അവരുടെ പേര് കൂടെ വായിച്ചിട്ട് മറുപടി കൊടുക്കും, മനസ്സിലായി? അല്ലാതെ ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർ അയക്കണ്ട. ദിയ സൂപ്പർ എന്ന് പറയുന്നുണ്ടോ, ഇക്ക എവിടെ, ധനു ഒക്കെ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ഞാൻ വരുന്നുണ്ട്, എന്റെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ ഇച്ചിരി എഡിറ്റിങ്ങിന്റെ പരിപാടിയിലാണ്. ഓക്കെ, നിങ്ങൾ സമാധാനമായല്ലോ. ഇക്ക വന്നല്ലോ. കണ്ട, എനിക്കറിയാൻ പറ്റാത്ത കാര്യം വന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ പേര് വായിക്കുന്നില്ല എന്ന്. സോറി, ഞാൻ വിട്ടു. ഞാൻ പേര് വായിച്ചതല്ലേ, ഞാൻ വായിക്കുന്നത്. കാരണം ഇങ്ങനെ മെസ്സേജുകൾ വരുന്നോണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിച്ചു വിട്ടു പോകുന്നത്. കാരണം ഞാനൊന്ന് പിടിച്ച് നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് മെസ്സേജ് എല്ലാം മേളിൽ പോവും. ഇക്ക പോയി. ഇക്ക എഡിറ്റിങ്ങിലായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, ലവ് യു ഇക്കാന്ന് കേട്ടോ സുഗീഷ്. കണ്ട, ഇക്ക വന്നപ്പോ ലവ് യു ഇക്കാന്ന്. എങ്ങനെയുണ്ട്? ഹായ് ഇക്ക, ഫിറോസിക്ക, DFK. ഹായ് DFK, സംഗീത. ഞാൻ ഈ വായിച്ചവരുടെ പേര് തന്നെ വരുന്നത് അല്ലേ. കിങ് ഓഫ് ആശാൻ. ഫിറോസിക്ക ഇക്ക പോയി. ഇക്ക എഡിറ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പേര് വായിക്കുന്നില്ല എന്നുള്ളൊരു എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണയിലായതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെയും എഡിറ്റിങ്ങിലോട്ട് പോയിട്ടുണ്ട്. അടുത്ത ലവ് യു. ഓ, താങ്ക് യു സോ മച്ച്. പേര് വായിക്കാൻ വിട്ടുപോയി. പേര് വിട്ടുപോകാട്ടോ. ഞാൻ ഇത് മെസ്സേജ് അയക്കുമ്പം അജുസു ഹായ്, സജനാത്ത ഹായ്. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ആയതുകൊണ്ട്, ലൈവ് ആയതുകൊണ്ടാട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുക. എങ്ങനെയാണ് മെസ്സേജ് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം ഫിറോസ്ക്കായിട്ട് ഒരുമിച്ച് വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇക്കാടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് ഇക്ക ലൈവായിട്ട്. പിന്നെ മറക്കാതെ കാണണം ഇക്കാടെ DFK യൂട്യൂബ് ചാനലിൽ. അതിനകത്ത് ഞങ്ങളെ വിശേഷങ്ങളും എൻ്റെ യൂട്യൂബ് ചാനൽ ഉടനെ തന്നെ വരും. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം ഞങ്ങൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ശരിക്കും, ഈ നമ്മളിപ്പോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർമിക്കാർ ഒത്തിരി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബട്ട് അവരെയും നമ്മൾ ഒരിക്കലും ഇതാക്കുകയല്ല, അവരെ മാറ്റി നിർത്തുകയല്ല. പക്ഷെ അതിലും അപ്പുറം നമ്മൾ കുറേ പേര് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ
നമ്മൾ വന്നതിൽ ഭയങ്കര വിഷമം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഇപ്പോഴും നമുക്ക് കോളിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്നേഹം ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം നമ്മൾ ഇത്രയും ഭയങ്കരമായിട്ട് സ്നേഹിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളടുത്ത് പറയുന്നത് നിങ്ങൾ അവിടെ നിങ്ങളായിട്ട് നിന്നു, നിങ്ങൾ പുറത്തിറങ്ങിയാലും നിങ്ങൾ ഇത് തന്നെയാണ്, ആരുടെയും വാക്കുകൾ നിങ്ങൾ നോക്കണ്ട, അങ്ങനെയൊക്കെ നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേര് വിളിച്ചിട്ട് നമുക്ക് കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ലൈവിൽ, മീൻസ് ആർമിക്കാരും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് എല്ലാവർക്കും, ശരിക്കും പറഞ്ഞാൽ കുറേ ഫാമിലീസ് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇതിലൊന്നും പെടാത്ത ആൾക്കാരൊക്കെയാണ് കുറേ നമ്മൾ വിളിക്കുന്നത് തന്നെ. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. സീത ദിത്യ ഡാൻസർ. So I love you too. Hi Ta, miss you Ta. അത് ഉമ്മച്ചി ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു, ഇക്കാടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയണേ, ലൈക്ക് ചെയ്യണേ. ഇക്കാട് ഉമ്മച്ചി ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, പറയണേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ, എല്ലാവരും സപ്പോർട്ടും ചെയ്യണം. ഹായ് ആമി, ഞാൻ ഈ വാച്ചറുടെ പേര് തന്നെ വീണ്ടും വായിക്കുന്നതല്ലേ. എല്ലാവർക്കും ഹായ്. DFK വന്നിട്ട് പോയി. അയ്യോ ഓടിപ്പോയി. ഹായ് സജനാത്ത. എല്ലാവരെയും വീട്ടിലെല്ലാവരെയും ഞങ്ങൾ ഒരു ദിവസം കാണിക്കുന്നുണ്ട്. ഇക്കാടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലോ എൻ്റെ വീട്ടുകാരെയും ഇക്കാരുടെ കുടുംബത്തിനെ എല്ലാവരെയും ഞങ്ങൾ വന്ന് കാണിക്കുന്നുണ്ട്. ഫിറോസൊക്കെ എന്ത് ചെയ്ത് അമീർ ഒരു അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ അന്നേരം ശരിക്കും പറഞ്ഞാൽ ലൈവ് ഒന്ന് കട്ടാക്കാൻ പോവുകയാണ്. കുറച്ച് നേരത്തേക്ക് ഞാനിതൊന്ന് ഏതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത്. മെസ്സേജ് ഒത്തിരി വരുന്നുണ്ട്. ഞാൻ ഭയങ്കര സ്ലോ ആണ് വായിക്കാൻ. അടുത്തത് വായിക്കുമ്പോഴത്തേക്ക് അടുത്തത് പോകും. അഞ്ജു ഹായ്. അശ്വതി. ഫിറോസിക്ക ഇവിടെ ഉണ്ട്. ഇക്ക വന്നിട്ട് കുറച്ചു മുമ്പേ വന്നിട്ട് പോയി. ഞാൻ ആരുടെയും പേര് വായിക്കുന്നില്ലെന്ന്. ഇത് ഒന്ന് ചിരിക്കൂ. ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ഇതുവരെ ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. റഷീദ്, ഞാൻ വന്നിടം തൊട്ടേ ചിരിയാണ്. എല്ലാരും പറയാം ഞാൻ സംസാരിക്കുന്ന എന്നെ ഒന്ന് ചിരി നിർത്തിയിട്ട് സംസാരിക്കാൻ എല്ലാരും പറയുന്നത്. ഇതെന്റെ ചിരി കേൾക്കാൻ വേണ്ടി നിൽക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേച്ചി ഹായ്. പൂജ ഹായ്. ഹായ് ചേച്ചി. സുകേഷ് ഹായ്. ഇക്കായെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം. എന്ത് ചെയ്യുന്നു കണ്ടോ? അങ്ങനെ എന്നെ കാണാൻ ആർക്കും ആഗ്രഹമില്ല. ഹായ്. കണ്ട, ഞാനത് വായിച്ചു വരുമ്പോഴത്തേക്ക് പേര് ഇനി ആദ്യമേ വായിക്കാവേ. സുകേഷ് ഹായ്.
അയ്യോ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വന്നിട്ട് ഞാനെല്ലാം ഒന്ന് ഉണ്ടാക്കാം. ഇതിനകത്ത് ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കട്ടാവൂന്ന് എനിക്കൊരു ഇതുണ്ട്. ഹദി ഭായി, ഫിറോസ് കാ എവിടെ, ഇക്ക സജ്നത, ലാലു ഹായ്, സുഗേഷ് ഹായ്, MI മിസ് ഹായ്, ആദിൽ ഹായ്, സഫ്ല, ഫിറോസ് കാ എവിടെ. ഇക്ക ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഞാൻ വന്നിരുന്നോട്ടേ പറഞ്ഞോണ്ടിരിക്കുക ഇക്ക എവിടെ ഇക്ക എവിടെയെന്ന്. ഇക്ക വന്നിട്ട് പോയി, ഇക്ക എഡിറ്റിങ്ങിലാണ്. ഇക്ക ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി. ചേച്ചി മിൻസി ഹായ്, ഹൗ യു, അനക ഫൈൻ, സജനാത്ത വീര്, അമാൻ താങ്ക് യു, സജനാത്ത ഉയരുന്ന അമാൻ, മീൻ ദിവ്യ ഹലോ. Love you too, Sugesh. Love you. Umar, Sajnata, hi. ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര സ്ലോയും കൂടെ ആണ്. അന്നേരം നെക്സ്റ്റ് ടൈം ഇക്ക വന്നിട്ട് കട്ടയ്ക്ക് നിങ്ങളുടെ ഒക്കെ മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഞാനും ഒന്ന് പഠിച്ചു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സേഫായിട്ട് വീട്ടിൽ ഇരിക്കുക. നല്ല രീതിയിൽ തന്നെ വെളിയിലൊന്നും ഇറങ്ങാതെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ വീട്ടിൽ നിൽക്കണം. അപ്പം ബായ്. ഞാൻ ഇക്ക ഉള്ള ഒരു ദിവസം സ്ട്രോങ് ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതാണ്. ഉടനെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഈ ഫിറോസിക്കയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ. DFK പ്രാങ്ക്, DFK എന്ത് വരുന്നുണ്ടോ, പ്രാങ്ക് എന്നല്ലേ? DFK അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ വരും. പേരൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേ DFK എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇക്കടെ പ്രോഗ്രാം ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് മറക്കാതെ ചെയ്യണം. അന്നേരം ഉറപ്പായിട്ടും എൻ്റെ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞങ്ങൾ ബർത്ത്ഡേയുടെ ഒക്കെ കുറച്ച് ഇപ്പോഴാണ് വൈകിട്ടാണ് ആഘോഷിക്കാൻ വന്നവരെ അതിൻ്റെ അങ്ങോട്ട് നീങ്ങാൻ പോവുകയാണ്. അന്നേരം ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.